സയൻസ് ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സയൻസ് ക്യൂസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശാസ്ത്ര ക്യൂസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നുള്ളത്. സ്കൂൾ ലെവലിലായാലും സബ് ജില്ലാ തലത്തിലായാലും എല്ലാ തലത്തിലും പ്രയോജനമാകുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുള്ളത്. ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ടെലിവിഷൻ കണ്ടുപിടിച്ചത് JL ബിയാർഡ്. JL ബിയാർഡാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. പ്രമേഹം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ട രോഗമാണ്? പ്രമേഹം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ട രോഗമാണ്? പാൻക്രിയാസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K അല്ലെങ്കിൽ വിറ്റാമിൻ K. ശൂന്യാകാശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത. ശൂന്യാകാശത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിതയാണ് സുനിത വില്യംസ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ അപ്പോളോ 11 പൈലറ്റ് ആരായിരുന്നു? മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ അപ്പോളോ 11 പൈലറ്റ് ആയിരുന്നു മൈക്കൽ കോളിൻസ്. നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി ശാസ്ത്രജ്ഞൻ. നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി ശാസ്ത്രജ്ഞനാണ് ECG സുദർശൻ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്ത്? നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവ. പാലിന്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം. പാലിന്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഏത്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. നമ്മൾ നിത്യം കാണുന്ന ഹെവി വെഹിക്കിളായ JCBയുടെ ഫുൾ ഫോം എന്ത്? നമ്മൾ നിത്യം കാണുന്ന ഹെവി വെഹിക്കിളായ JCBയുടെ ഫുൾ ഫോം ആണ് ജോസഫ് സിറിൽ ബാൻഫോർഡ്. ജോസഫ് സിറിൽ ബാൻഫോർഡ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാലും ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം MS സ്വാമിനാഥൻ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ ഏത്? സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന പുഴയാണെങ്കിൽ അത് തൂതപ്പുഴയും, സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുന്തിപ്പുഴയുമാണ്. ഫാൾ ഓഫ് സ്പാരോ ആരുടെ ആത്മകഥയാണ്? ഫാൾ ഓഫ് സ്പാരോ ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലിം അലി. താപത്തിന്റെ യൂണിറ്റ് എന്ത്? താപത്തിന്റെ യൂണിറ്റാണ് കലോറി. ISROയുടെ ചെയർമാൻ V നാരായണൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏത്? പാചകവാതകം അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസിലുള്ള പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ. പ്ലൂട്ടോ ഒരു ഗ്രഹമല്ലാത്തത് എന്തുകൊണ്ട്? അത് നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്റെ ഓർബിറ്റലിനെ മുറിച്ചു കടക്കുന്നതുകൊണ്ടാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറസി. ലെപ്റ്റോസ്പൈറസിയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. കറൻസി നോട്ട് അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിന്റെ പേര്? കറൻസി നോട്ട് അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിന്റെ പേരാണ് റാഗ്. തലച്ചോറിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. തലച്ചോറിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. EEG അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്ര? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം 0. ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏത്? ദ്രാവക രൂപത്തിലുള്ള ലോഹമാണ് ഭൂകമ്പ തീവ്രത അളക്കുന്നത് ഏത് സ്കെയിലാണ്? ഭൂകമ്പ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിലാണ്. വീട്ടിലേക്ക് പറക്കുന്ന പക്ഷി. വീട്ടിലേക്ക് പറക്കുന്ന പക്ഷിയാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറമാണ് വയലറ്റ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് വയലറ്റ് ആണെങ്കിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പിനായിരിക്കും. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം.
കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ചാനൽ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.